മലയാളി എന്ന അഷ്റഫ് എന്ന യുവാവ് കർണാടകയിൽ വെച്ച് അതിദാരുണമായി കൊല്ലപ്പെടുന്നു. അവിചാരിതമായ RSSകാരും ബജരംഗ് കളിക്കുന്ന ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ എത്തിപ്പെടുന്ന മാനസിക രോഗി കൂടിയായ അഷ്റഫ് എന്ന ചെറുപ്പക്കാരന് പാകിസ്ഥാൻ അനുകൂലി എന്ന് പറഞ്ഞുകൊണ്ട് 10-25 RSSകാർ സംഘം ചേർന്ന് ആക്രമിക്കുന്നു. ആക്രമണത്തിനായി ക്രിക്കറ്റിന്റെ സ്റ്റമ്പും ബാറ്റുകളും അവർ ഉപയോഗിക്കുന്നു. പ്രാണരക്ഷാർത്ഥം ഓടിയ ആ നിരാശ്രയനായ മനുഷ്യനെ ഹിന്ദുത്വ ഭീകരവാദികൾ പിന്തുടർന്ന് ആക്രമിക്കുന്നു. നിലത്തു വീണ് ആ ചെറുപ്പക്കാരനെ മരണവക്കോളം തല്ലിച്ചതക്കുന്നു. നിസ്സഹായതയുടെ ഒരുപാട് നിമിഷങ്ങൾ നേരിട്ട ആ ചെറുപ്പക്കാരൻ സഹായത്തിനായി ആരൊക്കെയോ പരതിയിട്ടുണ്ടായിരിക്കണം. ആ സമയത്ത് മരണപ്രാളത്തിൽ അരുതെന്ന് എത്രയോ തവണ യാചിച്ചിട്ടുണ്ടായിരിക്കണം. അരുതെന്ന് കൈകൂപ്പിയ കൈകൾ പോലും തല്ലിയൊടിച്ചിട്ടുണ്ടായിരിക്കണം. പച്ചയായ മനുഷ്യനെ തല്ലിക്കൊല്ലുമ്പോൾ സുഖം കണ്ടെത്തുന്ന ഈ സംഘശക്തികളും ഈ സംഘഭടന്മാരും പഹൽഗാമിൽ കൂട്ടക്കൊല നടത്തിയ മനുഷ്യമൃഗങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾ. ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്നും എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. മംഗളൂരുവിൽ ആൾക്കൂട്ടാക്രമണത്തിൽ മലയാളിയുടെ വേദനാജനകമായ അന്ത്യം. അക്രമികൾ തികഞ്ഞ ദേശഭക്തരായതുകൊണ്ടും പ്രതിയോഗി മുസ്ലിം ആയതുകൊണ്ടും കൊല്ലുക എന്ന കർമ്മം ഒഴിച്ചുകൂടാത്തതായിരുന്നു. ഏപ്രിൽ 27 മംഗളൂരു റൂറൽ പോലീസ് സ്റ്റേഷനിൽ ഒരു ഫോൺ വിളി എത്തുന്നു. കുടുപ്പിയിലെ ഭദ്രകല്ലൂർ ക്ഷേത്രത്തിനടുത്ത് ഒരു അജ്ഞാത മൃതദേഹം കിടക്കുന്നു എന്നതായിരുന്നു ഫോൺ കോൾ. സംഭവ സ്ഥലത്ത് ഓടിയെത്തിയ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ബെല്ലോക്കോ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അതിനുശേഷം മരിച്ചയാളെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. മാനസിക അസ്വസ്ഥമുള്ള അഷ്റഫ് കൃത്യമായി വീട്ടിലെത്താറില്ല എന്നാണ് അറിയുന്നത്. ബംഗളൂരുവിൽ ആക്രി കട നടത്തി ജീവിക്കുകയാണ് അദ്ദേഹം. സംഭവ ദിവസം, അതായത് ഏപ്രിൽ 27, അഷ്റഫ് അവിചാരിതമായി അമ്പലത്തിനടുത്ത് ക്രിക്കറ്റ് മത്സരം നടക്കുന്ന ഗ്രൗണ്ടിലെത്തുന്നു. ഗ്രൗണ്ടിനോട് ചേർന്നുള്ള റെയിൽവേ ട്രാക്കിൽ നിന്നും ഗ്രൗണ്ടിലേക്ക് പ്രവേശിച്ച അഷ്റഫ് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ചതിൽ പ്രകോപിതരായാണ് ഗ്രൗണ്ടിലുണ്ടായിരുന്നവർ അയാളെ നിർദ്ദയം തല്ലിക്കൊന്നത് എന്നാണ് റിപ്പോർട്ട്. പ്രകോപിതരായ ഹിന്ദുത്വവാദികൾ ഗ്രൗണ്ടിൽ വെച്ച് അഷ്റഫിനെ സ്റ്റമ്പും ബാറ്റും ഉപയോഗിച്ച് അതിശക്തമായി മർദ്ദിക്കുന്നു. മർദ്ദനം സഹിക്കവയ്യാതെ അലറിക്കരഞ്ഞ അഷ്റഫ് അവിടെ നിന്നും പ്രാണരക്ഷാർത്ഥം ഓടുന്നു. ഗ്രൗണ്ടിൽ നിന്നും ഏകദേശം 150 മീറ്റർ അപ്പുറത്തെത്തിയ അഷ്റഫ് RSS കാബാലികരുടെ ആക്രമണത്തിൽ നിലത്തു വീഴുന്നു. നിലത്തു വീണ ഒരു മാനസിക രോഗിയെ തെല്ലും മനസാക്ഷി കുത്തില്ലാതെ ചവിട്ടിയും കുത്തിയും ഒരു തുള്ളി രക്തം ചിന്താതെ അവർ മരണവക്കിലെത്തിക്കുന്നു. ബോധരഹിതനായി നിലത്ത് കിടന്ന മനുഷ്യനോട് ഒരു തുള്ളി ഒരിറ്റ് കാരുണ്യത്തിന്റെ കനിവ് പോലും അവർ കാണിച്ചില്ല. ആ മനുഷ്യനെ അവർ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. ഏകദേശം 2 മണിക്കൂറിലധികം സമയം ആരും തിരിഞ്ഞു നോക്കാതെ വിജനമായ സ്ഥലത്ത് ആ ചെറുപ്പക്കാരൻ മരണത്തോട് മല്ലടിച്ച് അവിടെ കിടക്കുന്നു. പിന്നീട് വൈകുന്നേരമാണ് അജ്ഞാത ഫോൺ സന്ദേശം പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. കൊല്ലപ്പെട്ട 35 വയസ്സ് മാത്രം പ്രായമുള്ള മനോരോഗി പാകിസ്ഥാൻ മുദ്രാവാക്യം വിളിച്ചു എന്നത് RSS പ്രവർത്തകരുടെ മാത്രം വാക്കുകളാണ്. ഒരു വ്യക്തി പാകിസ്ഥാൻ മുദ്രാവാക്യം വിളിക്കുന്നത് എങ്ങനെയാണ് കൊല്ലാനുള്ള ലൈസൻസായി മാറുന്നത്? മാത്രമല്ല, അതും ഒരു മനോരോഗി. RSS പ്രവർത്തകർ മാത്രം നടത്തുന്ന ഒരു പ്രാദേശിക ക്രിക്കറ്റ് ടൂർണമെന്റ് ആയിരിക്കണം അത്. അവിടെ RSSകാരല്ലാത്ത മാറ്റാരും ഉണ്ടാവാൻ തരമില്ല. അവിടേക്ക് മുസ്ലിമായ ചെറുപ്പക്കാരന് കയറി വന്നാൽ ദേശഭക്തി കൂടുതലുള്ള RSSകാർക്ക് പിന്നെ എന്താണ് ചെയ്യാൻ കഴിയാത്തത്? പ്രത്യേകിച്ച് ഇന്ത്യ പാക് സംഘർഷം മൂർച്ഛിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും അധികം രാജ്യസ്നേഹമുള്ളതും രാഷ്ട്രഭക്തിയുള്ളതും ഇന്ന് RSSകാർക്കാണ്. അവരുടെ കണ്ണിൽ ബാക്കിയുള്ളവരെല്ലാം തന്നെ വൈദേശികരും ഒറ്റുകാരും അക്രമകാരികളുമാണ്. അഷ്റഫ് പാകിസ്ഥാൻ മുദ്രാവാക്യം വിളിച്ചതിൽ പ്രകോപിതരായാണ് അക്രമകാരികൾ അഷ്റഫിനെ തല്ലിക്കൊന്നത് എന്ന കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര അവരുടെ വാക്കുകൾ അദ്ദേഹം പിന്നീട് തിരുത്തി. അഷ്റഫ് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ചു എന്ന് പറഞ്ഞത് തന്റെ വാക്കുകളില്ലെന്നും അത് ചിലർ പോലീസിന് നൽകിയ റിപ്പോർട്ടാണെന്നും ജി പരമേശ്വര പിന്നീട് തിരുത്തി പറഞ്ഞു. സംഭവത്തിൽ 20ഓളം RSS പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ചെറുപ്പക്കാരന്റെ നിസ്സഹായാവസ്ഥക്ക് മരണവെപ്രാളത്തോടെ സഹായത്തിനായി പരതിയതിന്, ഉറ്റവരെയും ഉടയവരെയും ഓർത്ത് കരഞ്ഞതിന്
എന്ത് ശിക്ഷയാണ് ഇവർക്കൊക്കെ കൊടുക്കാനാവുക? അവർ നാളെ തന്നെ ജാമ്യത്തിലിറങ്ങി മറ്റൊരു കൂട്ടക്കൊലക്ക് കോപ്പ് കൂട്ടില്ലേ? ആൾക്കൂട്ടക്കൊല ഹിന്ദുത്വവാദികളുടെ അജണ്ടയായി മാറിയിരിക്കുന്നു. അവർക്കൊരു മുസ്ലിമിനെ കൊല്ലാൻ, ഒരു ദളിതിനെ കൊല്ലാൻ, ഒരു ക്രിസ്ത്യാനിയെ കൊല്ലാൻ ഒരു മുദ്രാവാക്യം, ഒരു പൊതി ഇറച്ചി അല്ലെങ്കിൽ ചില സുവിശേഷ വാക്കുകൾ മാത്രം മതിയാകും. മുസ്ലിങ്ങൾ പേര് ചോദിച്ചു അമുസ്ലിങ്ങളെ കൊല്ലുമെന്നും ഖുർആനിൽ അങ്ങനെ കൊല്ലാൻ ആജ്ഞാപിക്കുന്നുണ്ടെന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയകളിലും ചാനലുകളിലും ഘോരഘോരം വിഷം തുപ്പുന്ന തെരുവിലെ തരിപ്പുസൈനും ചമ്മന്തി ടീച്ചറും നുസ്രത്ത് ബിബിയും ഈ ആൾക്കൂട്ടക്കൊലയെക്കുറിച്ച് വാതോരാതെ ഒന്നും പറയുന്നത് കിട്ടില്ല. അതും ജിഹാദികളുടെ കൊലയാണെന്ന് അവർ ആവർത്തിച്ച് പറഞ്ഞേക്കും. അതിനു പിന്നിലും ജിഹാദികൾ തന്നെയാണെന്ന് അവർ പറഞ്ഞു പരത്തും. തെരുവിലെ ചെറ്റ പറഞ്ഞതും അതുതന്നെയാണ്. കൊലപാതകത്തിൽ പിടിക്കപ്പെട്ടവരുടെ പേരുവിവരങ്ങൾ കൃത്യമായി പുറത്തു വന്നിട്ടും തീരെ ഉളുപ്പില്ലാതെ മുസ്ലിം വിരോധം ഛർദ്ദിക്കുന്ന തെരുവത്ത് തരിപ്പുസൈനെ ഏത് ഗണത്തിലാണ് പെടുത്തേണ്ടതെന്ന് അറിയില്ല. ഇന്ത്യയുടെ മേൽ ദേശക്കൂറും ദേശഭക്തിയുമുള്ളത് RSSകാർക്കോ ബജ്രംഗ് ദളിനോ അല്ലെന്ന് സ്വതന്ത്ര സമരം കാണിച്ചു തന്നിട്ടുള്ളതാണ്. പാകിസ്ഥാൻ എന്ന ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തല്ല ഞങ്ങൾ ജീവിക്കേണ്ടതെന്ന് ഉറച്ചു വിശ്വസിച്ചവരാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ദേശസ്നേഹവും ദേശക്കൂറും നിങ്ങൾ പഠിപ്പിക്കേണ്ടതില്ല. അവരെ ദേശസ്നേഹം പറഞ്ഞ് തല്ലിക്കൊല്ലാൻ ഹിന്ദുത്വവാദികൾക്ക് എന്ത് അവകാശമാണുള്ളത്?